നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിലെ പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസിക്കുന്നു. പ്രിയങ്കരനായിരുന്ന മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിജിയുടെ ചരമദിന വാർഷിക ദിനമാണ്. ആ മഹാത്മാവിൻ്റെ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി അതുകൊണ്ടും അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി സാധനപ്പെടുത്തിക്കൊണ്ടും തുടങ്ങാം. SNDPയുടെ വർക്കല ശിവക്ഷേത്ര ഭരണം റിസീവറിൻ്റെ കയ്യിലേക്ക് ഷാർഗതൻ എന്നൊരു മാന്യ വ്യക്തിയായിരുന്നു അതിൻ്റെ റിസീവർ, കെയർടേക്കർ. അദ്ദേഹം ആലുവ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം വിളിച്ചപ്പോൾ അന്ന് ഞാൻ രാഷ്ട്രീയ ജനതാദളിൻ്റെ കേരളത്തിലെ തന്നെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ എന്നെ അവർ പരിപാടി ക്ഷണിച്ചിരുന്നു. ആ യോഗത്തിൽ മറ്റു പല വലിയ വലിയ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പല വിഷയങ്ങൾ സംസാരിച്ചു. ഞാൻ കൂടുതലും സംസാരിച്ചില്ല. ഞാൻ സംസാരിച്ച വിഷയം പല അമുസ്ലിം അക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഇസ്ലാമിലും ക്രിസ്ത്യൻസിലും ഒരു സാമൂഹിക പരിഷ്കർത്താക്കൾ കാണുന്നില്ലല്ലോ. അതിന് മാത്രം ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താമെന്ന് പറഞ്ഞ് ഒരു 10 മിനിറ്റ് മാത്രം സംസാരിച്ചു. അന്ന് അതിന് പറഞ്ഞ ഉത്തരം ഇതാണ്: പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ക്രിസ്തുദേവനും അവർ തന്നെ സാമൂഹിക പരിഷ്കർത്താക്കളായിരുന്നു. പിന്നീട് ആ സമുദായത്തിൽ മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവിന് ആവശ്യമില്ല. എന്തുകൊണ്ട്? അയൽവക്കം പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നത് എൻ്റെ സമുദായത്തിൽപ്പെട്ടതല്ലെന്നും അധ്വാനിക്കുന്നതിന് വിയർപ്പ് കണങ്ങൾ ഉണങ്ങുന്നതിന് മുമ്പ് പ്രതിഫലം അല്ലെങ്കിൽ കൂലി കൊടുക്കണമെന്നും പറഞ്ഞ ഒരു പ്രവാചകൻ മുഹമ്മദ് നബി. കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് പണിതാൽ കൂലി കൊടുക്കണമല്ലോ, അല്ല വിയർപ്പ് പറ്റുന്നതായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. തൻ്റെ ഒരു കവളത്ത് അടിച്ചാൽ മറ്റു കവൾ കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്ന ക്രിസ്തുദേവനും തന്നെ പോൽ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ക്രിസ്തുദേവനും ഇനി ഇതിനേക്കാൾ എന്ത് സാമൂഹ്യ പരിഷ്കാരമാണ് ലോകത്തുള്ളത്? അതുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൽ പ്രവാചകന് ശേഷം അങ്ങനെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് പറഞ്ഞ ആരും വന്നിട്ടില്ല, വരേണ്ട ആവശ്യമുണ്ടായില്ല. ഇത് തന്നെയാണ് ക്രിസ്തുദേവന് ശേഷം. ഞാൻ പറയാൻ കാരണം, ഒരു ശ്രീമാൻ NR മധു എന്ന മാന്യദേഹം ഇന്നൊരു വെല്ലുവിളി നടത്തിയിട്ട് കണ്ട്, ഞങ്ങൾ ഗുരുദേവനുണ്ട്, അയ്യങ്കാളിയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് 10 പേരുടെ പേര് പറയുമെന്ന്. അത് നിങ്ങളെന്ന് പറഞ്ഞാൽ ക്രിസ്തുദേവനുണ്ട്, മുഹമ്മദ് നബിയുടെ ആൾക്കാരുണ്ട്. അപ്പം മധു സാറേ, അങ്ങയുടെ അറിവില്ലായ്മക്ക് ആദ്യമായിട്ട് ഒരു ചെറിയ മരുന്ന് തരികയാണ്. പഠിക്കണം ചരിത്രം, വെറുതെ വെല്ലുവിളിക്കരുത്. ഓക്കെ. മറ്റൊന്ന്, അംബേദ്കർ നിങ്ങൾക്കറിയാം, ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം UPയിലെ ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹമല്ല ജഗജ്ജീവൻ റാം കേന്ദ്ര ഉപപ്രധാനമന്ത്രിയും രാജ്യരക്ഷാ ഉപമന്ത്രിയും കോടീശ്വരനും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ മൾട്ടിമില്യനേഴ്സിനായ ജഗജ്ജീവൻ റാം, അത് പറയും ബാധ്യപ്പെട്ട ആളാണ്. തടിച്ച് പുകറിയ ആൾ, ഭംഗിയൊന്നുമില്ല, ഒരു കറുത്തുമാണ്. അദ്ദേഹം പ്രതിമ ഉദ്ഘാടനം ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ, ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ അംബേദ്കറുടെ ആ പ്രതിമ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം വിമാനത്തിൽ കയറുമ്പോഴേക്ക് ഗംഗാജലം കൊണ്ട് ശുദ്ധീകരിച്ചു. ഇത് യാഥാർത്ഥ്യമാണല്ലത് ചരിത്ര കഥയല്ല. അതാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരു കോണിൽ നോക്കുള്ള പാരമ്പര്യം, സംസ്കാരം. എല്ലാം മോശമെന്നല്ല പറഞ്ഞത്. അതിനെ പോരായിക പറഞ്ഞ ആൾക്കാർക്ക് ഇതിപ്പോൾ അവസരം കിട്ടുന്നു. നമ്മുടെ ഇന്നത്തെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഗവായ്, അദ്ദേഹം ദളിതനാണ്. അദ്ദേഹം മഹാരാഷ്ട്ര സന്ദർശിച്ച് കഴിഞ്ഞപ്പോഴേ
അവിടുത്തെ ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ അവിടുത്തെ DGP ഡയറക്ടർ ജനറൽ പോലീസോ അദ്ദേഹം സ്വീകരിക്കാൻ വന്നില്ല. അദ്ദേഹം ഒരു പുലയനായതുകൊണ്ട്. നമ്മുടെ രാജ്യം 21-ാം നൂറ്റാണ്ടിലായിട്ടും എവിടെ ഒരു മാറ്റവും വന്നില്ല. 1950 കാലഘട്ടത്തിൽ ജയജീവൻ്റെ പ്രതിമ ഉദ്ഘാടനം ചെയ്തിട്ട് ഗംഗാജലങ്ങൾ ശുദ്ധീകരിച്ചുകൊണ്ട് അവരൊരു വരികയും ചെയ്തു. ഇത് വരുന്നു പോലുമില്ല. ഇതിവിടെ കൊണ്ട് അവസാനിക്കില്ല. മുർമു ഇപ്പോഴത്തെ പ്രധാന രാഷ്ട്രപതിയല്ലേ. ആ മേഡത്തിന് രാമക്ഷേത്ര ഉദ്ഘാടനം ക്ഷണിച്ചോ, പാർലമെന്റ് ഉദ്ഘാടനം ക്ഷണിച്ചോ? എന്ത് കാരണമുണ്ട്? ചോദ്യം ചെയ്യാൻ ഹിന്ദു സമുദായത്തിലെ ബുദ്ധിജീവികൾ ഒരാളിലുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ അനീതിക്കെതിരെ പൊരുതാന്ന് പറഞ്ഞത് വെറുതെ ഒന്നല്ല. ഹിന്ദു സമുദായത്തിലെ ഉന്നത കുല ജാതരായ അല്ലെങ്കിൽ ബുദ്ധിജീവികളെ ഒരാളെങ്കിലും ഇത് ശരിയായില്ല എന്ന് പറയാൻ ഉണ്ടായോ? അത് പ്രതികരിച്ചോ, പ്രതിഷേധിച്ചോ? ഇല്ല. അവിടെ അതിനു മുമ്പുള്ള പ്രസിഡന്റ് ഏതൊരു വലിയ പേര് കേട്ട് അമ്പലം സന്ദർശിക്കാൻ അകത്ത് കയറ്റിയില്ല. ഞാൻ പറയുന്നത് ഞാൻ അതിന് സവർണ വിഭാഗത്തെ കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പം പുലയ വിഭാഗം, ഇപ്പോൾ മുസ്ലിങ്ങൾ വലിയ കുറ്റം പറയുന്നുണ്ട് സവർണ വിഭാഗത്തെ. ഈ മുസ്ലിങ്ങളും പുലയരെയൊക്കെ കൂട്ടുകൂടാനോ അല്ലെങ്കിൽ ഒരുമിച്ച് കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ കൂടെ ഇരുത്താനോ ഇപ്പോഴും സമ്മതിക്കണ്ടോ? അധികം മുസ്ലിങ്ങളും. ബഹുജൻ സമാജ് പാർട്ടി പുലയൻ്റെ പാർട്ടിയാണ്, ദളിതുകൾക്ക് റാമുഖ്യൽ പാർട്ടിയാണ്. ആ പാർട്ടി ഞാൻ എപ്പോഴും എൻ്റെ സമുദായത്തിൽപ്പെട്ട മുസ്ലിം സമുദായം പറഞ്ഞത് അതത്ര ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞത്. ഞാനവർ കുറ്റപ്പെടുത്തല്ല. അങ്ങനെ മാനസികമായിട്ട് അകൽച്ചയുണ്ട്. അത് ഇന്ത്യയിലെ ഹിന്ദു സവർണർക്ക് മാത്രമല്ല, അമേരിക്കയിലെ കത്തോലിക്കക്കാരുടെ ഇടയിൽ, വെള്ളക്കാരുടെ ഇടയിലുള്ളത്, അങ്ങനെ ലോകത്തെ പല ഭാഗത്തും ലോകോത്പത്തി പോലെ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. അതിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊന്ന് പ്രവാചകൻ എന്നല്ലേ ഞാൻ പറഞ്ഞു. പ്രവാചകൻ മുഹമ്മദ് ബിലാൽ എന്ന ആ കറുത്ത മനുഷ്യൻ, ഓഹോ, അവിടെ അലിക്കുണ്ടല്ലോ, ശരിയാ? മഴയാണോ? എന്നോട്ടെ നമ്മൾ കിട്ടുന്നത്. അപ്പോൾ ആ സംഭവം മനസ്സിലായില്ലേ? അത് ഇവിടെ മാത്രമല്ല, അത് പ്രവാചകൻ സ്വന്തം ചുമലിൽ ചവിട്ടി കയറി എന്ന് വാങ്ങി വിളിക്കാൻ പറഞ്ഞു, സ്വന്തം ശരീരത്തിലേ. അതുപോലെ അദ്ദേഹത്തിന് ഒരു പരിഭവത്തിൽ പറഞ്ഞില്ലേ, എന്നെ കറുത്ത വർഗ്ഗക്കാരെന്നതിൽ അല്ലെങ്കിൽ നീഗ്രോ എന്ന നിലയിൽ പ്രവാചകൻ മാത്രം എന്നെ കെട്ടിപ്പിടിച്ചുള്ളൂ, ബാക്കി ആരും എന്നെ കെട്ടിപ്പിടിച്ചുള്ളൂ. അതാണ് സംഭവം. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ് ഇതൊരു അടിസ്ഥാനമായി മാറ്റം വേണ്ടത്? ഇവിടെ പലരും പറഞ്ഞ് ഉദ്യോഗത്തിൽ സംവരണം വയ്ക്കുന്നത് അവന് ജീവിക്കാൻ വേണ്ടിയാണ്, പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതല്ല. ഉദ്യോഗത്തിൽ സംവരണം എന്ന് പറഞ്ഞത് ജീവിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ വരുമാന മാർഗ്ഗമല്ല. വരുമാന മാർഗ്ഗമാണ്, സമ്പത്താണ്. പോരായെങ്കിൽ അവർ ഇൻഡസ്ട്രി ചെയ്യാൻ വ്യവസായം തുടങ്ങി പൈസ കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പൈസ കൊടുത്താൽ പോരെ? പൈസ ഉണ്ടാവില്ലേ? പെറ്റുവരുമില്ലേ? അവിടെയല്ല. അവന് വേണ്ടത് സമൂഹത്തിൽ അംഗീകാരമാണ്. അവൻ അധിവസിക്കുന്ന ഭൂമിയിൽ അവന് അംഗീകാരമാണ്. അത് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ പാർട്ടി ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് പറയുന്നത്, അതിൻ്റെ ഇപ്പോഴത്തെ ആളുകൾ മൊയ്തീൻ ഷായിസം എന്ന് പറയും. ഷായിസം പറയുന്നതാണ്, തെരഞ്ഞെടുപ്പ്, പഠനം, തൊഴിൽ എന്നീ പൊതു സ്വകാര്യ മേഖലകളിൽ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സംവരണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ അവർക്കൊരു അംഗീകാരം കിട്ടുള്ളൂ. ഞങ്ങൾ വേറൊരു കാര്യം പറഞ്ഞു, ഇന്ത്യയിലെ ഈ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് ബാക്കി എല്ലാ പാർട്ടികളുടെ ലക്ഷ്യം അധികാരമാണ്. അധികാരം കിട്ടാൻ ലക്ഷ്യം തീർന്നു. ഞങ്ങൾക്കോ അധികാരമല്ല. പിന്നെന്താണ്? ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ ഒന്ന് മാത്രമാണ് അധികാരം. അപ്പോൾ എന്താണ് ലക്ഷ്യം? ഇതന്നെ സമൂഹത്തിൽ അംഗീകാരം കിട്ടുക, അംഗീകരിക്കുക, ഭ്രഷ്ട് കൽപ്പിക്കാതിരിക്കുക, അതൊന്ന് ഒഴിവാക്കാതിരിക്കുക. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അല്ല ഭരണമല്ല. ഭരണം കിട്ടിയോടെല്ലാം തീരില്ല. നമുക്ക് മറ്റുള്ളവരൊപ്പം ഒരു അംഗീകാരം വേണം. പിന്നെ ഒരു ആത്മാഭിമാനത്തോടെ പ്രവർത്തിക്കാനും ജീവിക്കാനുള്ള അവസരം. കറുത്തരായതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ ഈ താഴ്ന്ന വർഗ്ഗമായതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്ത്രീയെ നമ്മുടെ ട്രിവാൻഡ്രത്ത് പോലീസ് സ്റ്റേഷനിൽ പോലീസ് കൈകാര്യം ചെയ്തു, അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർക്കെല്ലാം തുല്യ നീതി, തുല്യ അവകാശമാണ്. അതാണ് ആവശ്യം. അത് ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ? പണ്ട് കാലം മുതൽ ഇക്കാലം മുതൽ നടക്കുന്നില്ല. എന്താണ് ഈ കേരളത്തിൽ മറക്കാൻ അവസ്ഥ? ചാന്നാലുകളെയൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഇപ്പോഴത്തെ BJPയുടെ പിന്നെ സുരേന്ദ്രൻ പേര് പിന്നോക്ക ഈഴ വിഭാഗമായിരുന്നു. ഇപ്പോൾ വന്ന് സവർണനാണല്ലോ. അങ്ങേക്കറിയോ
മാറുമറക്കാൻ അവസരം ഉണ്ടായില്ല. വേദം ഓതാൻ പാടില്ലായിരുന്നു, വിദ്യ അഭ്യസിക്കാൻ പാടില്ല, കൂലി ചെയ്യാൻ പാടില്ല, ചെയ്ത ജോലി ചെയ്യാൻ പാടില്ല, ചെയ്ത കൂലി ചോദിക്കാൻ പാടില്ല, കുഴി കുത്തി അതിനകത്ത് കഞ്ഞി ഒഴിച്ചു കുടിക്കണം, ഉപ്പെന്ന് പറയാൻ പാടില്ല. ഉപ്പെന്ന് പറഞ്ഞിട്ട് തല്ലിക്കൊന്ന കേസൊക്കെ ഉണ്ട്. അത്ര കണ്ട് നമ്മുടെ സംസ്കാരത്തിന് എന്താ പറ്റിയത്? അവിടെയാണ് ഇസ്ലാം വന്നപ്പോൾ വ്യത്യസ്തം വന്നത്. അത് ക്രിസ്ത്യൻ പോലും വരുന്നില്ല. കാരണം കൺവെർട്ട് ക്രിസ്ത്യൻ സാധനം ഇപ്പോഴും നിലനിൽക്കാണ്. ഈ മുസ്ലിങ്ങൾ കൺവെർട്ട് മുസ്ലിം കൊണ്ട് കൊണ്ടുവരുത്താൻ ഒരു ടീം. ഞാൻ ഇത് ഇവിടെ പോവില്ല, ഇവിടെ കൺവെർട്ട് മുസ്ലിം ഇല്ല. മുസ്ലിം ആയിക്കഴിഞ്ഞാൽ പഴയ വന്നവരും പുതിയവർക്ക് ഒരേ തുല്യ അവകാശമാണ്, സെയിം റൈറ്റ്സ്. അവിടെ ഇവിടെ അത് വേണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ കൺവെർട്ട് ക്രിസ്ത്യൻ ഇന്ന് നിലനിൽക്കാണ്. കേരളത്തിൽ ജനസംഖ്യയിൽ 18% ജനസംഖ്യയുള്ള ദളിത് വിഭാഗത്തിൽ 6% ക്രിസ്ത്യയിൽ കൺവെർട്ട് ചെയ്ത്. അവർ പേരുന്ന കഴിഞ്ഞാൽ ഓമന പേര് കൺവെർട്ട് ക്രിസ്ത്യൻ എന്നാണ്. ക്രിസ്ത്യാനിയല്ല പുലയനില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. നൂറ്റാണ്ടായത്. ആ അവസ്ഥ ക്രിസ്ത്യാനിയുടെ മുഴുവൻ തുല്യത പറയാൻ പറ്റില്ല. ഏക തുല്യതയുള്ള ഒരു പ്രത്യയശാസ്ത്രം ഇസ്ലാമാണ്. കമ്മ്യൂണിസ്റ്റ് അല്ല, കോൺഗ്രസ് അല്ല, BJP അല്ല, അല്ലെങ്കിൽ മറ്റുള്ള ക്രിസ്ത്യൻ സമുദായമല്ല, ഹിന്ദു സമുദായമല്ല. അതാണ് ഇസ്ലാമും മറ്റ് സമുദായങ്ങളും വ്യത്യാസവും. ഈ ഒരുവിധ ആൾക്കാർ ഇതിന് എതിര് പറയുന്നു. കായ്ഫലമുള്ള മരത്തെ കുട്ടികൾ കല്ലെറിയുമോ? അവർ നല്ല സാധനത്ത് മാത്രം ചീത്തയാവുള്ളൂ. ഈ നല്ല സാധനം എന്ന് പറഞ്ഞാൽ, ഞാൻ പുകഴ്ത്തി പറയല്ല, സാഹോദര്യത്തിൻ്റെ മതം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യത്യാസവും ഇല്ല, അവൻ്റെ സൽക്കർമ്മം കൊണ്ടല്ലാതെ. അങ്ങനെ വരുമ്പോൾ അതാണ് ഇസ്ലാമും ലോകത്ത്. ഇന്നിപ്പോൾ സംഘപരിവാരപ്പെട്ട RSപ്പെട്ട ഒരു മിടുക്കിയായ ഉന്നതകുല ജാതി സ്ത്രീ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു മുസ്ലിം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇനി എനിക്കിവിടെ ഇസ്ലാം മതത്തിൽ പ്രചരണം കൊടുക്കാൻ അല്ലെങ്കിൽ ഇസ്ലാം വളർത്താനില്ല. പക്ഷെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സുതാര്യമായി മനസ്സിലാക്കണം. എന്തുകൊണ്ട് വൈ എന്നൊരു ചോദ്യം ഉത്തരം പറയാം. അതാണ് ഈ മുസ്ലിം ഇടയ്ക്ക് കയറി വരുന്നില്ല. മുസ്ലിമിനായ പറയാനോ ഇസ്ലാമിൻ്റെ കാര്യം പറയാനല്ല. പറയാൻ കാരണം ഗവായി എന്ന് പറഞ്ഞ ആ ദളിത് ചീഫ് ജസ്റ്റിസ് അനുഭവിക്കേണ്ടി വന്ന മാനസിക വിഷമം ആര് പരിഹരിക്കും? അവിടെയാണ്. അതുകൊണ്ട് മാത്രം ഞാൻ ഇസ്ലാമിൻ്റെ പേര് സാന്ദർഭികമായിട്ട് വന്നത് അല്ല. ഞാൻ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്ന ആളല്ല. ഇസ്ലാമിന് ഒരു പ്രചരണം ആവശ്യമില്ല. ലോകത്ത് ഇപ്പം തന്നെ 100-300 കോടി മുസ്ലിങ്ങളുണ്ട്, 100-100 ചില രാഷ്ട്രങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരിനി വളർത്താൻ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടുള്ള വളർച്ച മതി, വളർത്താൻ വേണ്ടിയില്ല. പക്ഷെ കാര്യങ്ങൾ പറയണ്ടേ? ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കുമ്പോഴും അതിനുശേഷം നമ്മൾ വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ വന്നാൽ എനിക്കതാണ് ഇപ്പോഴും പറയാനുള്ളത്. കേരള രാഷ്ട്രീയം തന്നെയാണ്. കേരള രാഷ്ട്രീയം, അതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയം രണ്ടും ഒന്നിനൊന്ന് പൂരിതമാണ്, ഒന്നൊന്ന് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കേരള രാഷ്ട്രീയത്തിൽ 2026 അസംബ്ലി ഇലക്ഷൻ വരെയാണ്. അതിൽ UDFനെ സംബന്ധിച്ച് ഇനിയൊരു തോൽവിക്ക് അവിടെ ചാൻസ് ഇല്ല. ലാസ്റ്റ് ബസ്സാണെന്ന് പറഞ്ഞല്ലേ. അതിന് ഇന്ന് UDFിലുള്ള ഘടകകക്ഷികൾ മുഴുവനും ചേർക്കാവുന്ന രീതിയിൽ, സഹകരിക്കാവുന്ന രീതിയിലുള്ള മുഴുവൻ പാർട്ടികളെയും ചേർത്തുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം യൂണിവേഴ്സലായിട്ട് അല്ലെങ്കിൽ യുണൈറ്റഡ് ഐക്യമായിട്ടും UDF ചെയ്യേണ്ട കാര്യമുണ്ട്. അത് ആദ്യം ചെയ്യേണ്ടത് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു. അത് അല്ലെങ്കിൽ ഇപ്പം നിലമ്പൂർ ഇലക്ഷൻ്റെ അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾ നോക്കിക്കോളണം. അതൊക്കെ നിൽക്കട്ടെ, പ്രാദേശികമാണ്. മറ്റ് അസംബ്ലി ഇലക്ഷൻ ഈ 1 വർഷം പോലും ഇല്ല. ഏതാണ്ട് അങ്ങനെ വരുമ്പോൾ UDF ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഏതെല്ലാം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ആരെല്ലാം ഉണ്ടോ അതൊരു വിളംബരം പോലെ നടത്തിയിട്ട് അവർ എല്ലാവരും ലിസ്റ്റുകൾ കളക്ട് ചെയ്യണം. വെറുതെ കളക്ട് ചെയ്താൽ പോരാ. അത് നിങ്ങൾക്ക് ഒരു 10,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ കപ്പാസിറ്റി വെച്ച് അതൊരു അപേക്ഷ പിന്നെ UPയിലും മറ്റേ കർണാടകയും തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായ കാര്യം പറഞ്ഞത്. അപ്പോൾ ഒരു ഉത്തരവില്ല, ഈ വരുന്ന ബോണ്ട് വെക്കുന്നില്ലേ, ഒരു 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ അത് നിങ്ങൾ തീരുമാനിക്കുക. ചെറിയൊരു ഫീസ് പോലെ വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല, പണമല്ല, ഒരു കാര്യം നടക്കില്ല. ആരും ഉപേക്ഷിച്ച് പറയരുത്. എത്ര പേര് 26 അസംബ്ലി ഇലക്ഷൻ മത്സരിക്കാൻ താല്പര്യമുണ്ടോ, സന്നദ്ധതയുണ്ടോ, അറിയിച്ചിട്ടുണ്ടോ, അവർ എല്ലാവരെയും ലിസ്റ്റ് വാങ്ങിക്കണം, വളരെ സുതാര്യമായിക്കണം. ആ ലിസ്റ്റിൽ നിന്നും ജാതിയുടെ കണക്കിൽ, സ്ത്രീകളുടെ കണക്കിൽ, യുവാക്കളുടെ കോട്ടയിൽ, പിന്നെ മുതിർന്നവരുടെ കോട്ടയിൽ, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ ധീവര വിഭാഗത്തിന് എന്ന് വേണ്ട ഏതെല്ലാം അറിയപ്പെടുന്ന ജാതികളുടെ സമുദായങ്ങളുണ്ടോ
അവരെല്ലാം പ്രതിനിധികളായിട്ട് പ്രാതിനിധ്യം വേണം. അപ്പോൾ ധീവര വിഭാഗത്തിന് അവർ ജനസംഖ്യക്ക് എത്രയുണ്ടോ അതിനനുസരിച്ച് പ്രാതിനിധ്യം വേണം. ജനസംഖ്യ എടുക്കുക ഇതുവരെ 2015 ശേഷം എടുത്തിട്ടില്ല കണക്ക്, എങ്കിലും ഏകദേശം കണക്കൊക്കെ അറിയ സംവിധാനമൊക്കെ ഉണ്ട്. ഇവിടെ ചില പിന്നെ സംഘടനകളൊക്കെ എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ആനുപാതികമായിട്ട് ഇപ്പം നിങ്ങൾ കൊടുക്കുന്ന ധീവരസഭ UDF കൊടുക്കുന്ന ഒരേ ഒരു സീറ്റാണ്, LDF കൊടുക്കുന്ന ഒരേ ഒരു സീറ്റാണ് അസംബ്ലിക്ക്. ഒന്ന് ശർമ്മ, ഒന്ന് അദ്ദേഹം എന്നുള്ള അറിയാതെ അത് പകരമായിട്ട് അവർക്ക് ജനസംഖ്യൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് 3-4% ഉണ്ടെന്നുള്ളതാണ്. 4% ഉണ്ടെങ്കിൽ 140, 10% 14 വരും, 5% 7 വരും. അപ്പോൾ 4% ഒരു 5 പേർ അല്ലെങ്കിൽ 4-5 പേർക്കെങ്കിലും കൊടുക്കാം. നിങ്ങൾ എന്ത് ഇത്രയും കാലമായിട്ട് കൊടുക്കാത്തത്? ഞാൻ ഈ UDFിനോടും ഇപ്പോൾ LDFിനും ചോദിക്കുകയാണ്. 4% ഉണ്ടെങ്കിൽ എനിക്ക് കൃത്യം കണക്കല്ല, ഞാൻ കേട്ടറിയും. അത് 4% ഉണ്ടെങ്കിൽ അവർക്കൊരു 5 സീറ്റിൽ കൊടുക്കണം മസ്റ്റായിട്ട്. ധീവര വിഭാഗത്തിൽപ്പെട്ടവർക്ക് 5 സീറ്റുകളും ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് കൊടുക്കണം. ഭരണം പിടിച്ചു നിൽക്കണമെങ്കിൽ, ഭരണം മുന്നോട്ട് പോകണമെങ്കിൽ. ഞാൻ ചോദിച്ചു, ഡോക്ടർ കെ രാധാകൃഷ്ണൻ എൻ്റെ അടുത്ത സുഹൃത്താണ്, എൻ്റെ ഒരു ഗുരുവെ പോലെ ആളാണ്. അദ്ദേഹം ആ കോൺഗ്രസ് കൂടെ നിർത്താൻ പാടില്ലായിരുന്നോ? അദ്ദേഹം നിങ്ങൾ പറ്റില്ലേ? അദ്ദേഹം അസംബ്ലിയിൽ മത്സരിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു. അസംബ്ലി സീറ്റ് കൊടുത്തില്ല. PSC ചെയർമാനാക്കി, ഓക്കെ. സംയുക്ത സർവകലാശാല വൈസ് ചെയർമാനാക്കി, അതൊക്കെ ഓക്കെയാണ്. എങ്കിലും അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചാൻസിലും കൊടുക്കായിരുന്നു. അത് കൊടുക്കാതെ അദ്ദേഹം നിരാശനായി അവസാനം BJPയിൽ പോയത്. അപ്പോൾ അദ്ദേഹം നശിച്ച് BJP നശിച്ചാക്കാത്. അത് പാടില്ല. ഒരു 4-5 സീറ്റ് എൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് 3-4 സീറ്റ് കൊടുക്കണം. അറ്റ്ലീസ്റ്റ് 3 സീറ്റിലും കൊടുക്കണം. അതിനുള്ള ജനസംഖ്യയുണ്ട്. അപ്പോൾ ഒരൈറ്റായില്ലേ? അത് പട്ടിക കൊടുക്കുക. അത് നിങ്ങൾക്ക് കൊടുക്കണ്ട. അവർക്ക് അംബേദ്കർ ഉണ്ടാക്കി ഭരണം കാണിച്ച് അവർക്ക് കിട്ടും, ഓട്ടോമാറ്റിക് കിട്ടും. അത് തന്നെ, അതിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ സപ്പോർട്ടിന് സഹായം ആവശ്യമില്ല, നിങ്ങളുടെ ഔദാര്യവും വേണ്ട. പിന്നെ ഈ വിഭാഗത്തിന് അതനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല. കാരണം അവർ വോട്ട് ചെയ്യാൻ പറ്റില്ല. വോട്ട് എന്ന് വെച്ചാൽ 80% വോട്ട് LDFിനാണ്, ബാക്കി 20% ഉള്ളത് ഈ വിഭാഗത്തിൽ. ആ 20%-ൽ 10% BJPക്ക് പോകും, ബാക്കി 10% കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ 100 വോട്ട് ചെയ്യുമ്പോൾ ഈ 1 വോട്ടാണ് UDFിന് കിട്ടുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ വിഭാഗത്തിൽ നിന്ന്. അപ്പോൾ ഈ വിഭാഗം നേതാക്കൾ എന്ത് ചെയ്യണം? അവൻ്റെ സീറ്റ് മത്സരിച്ച് ജയിച്ചാൽ പോരാ, മറ്റുള്ളവരുടെ സീറ്റും ജയിപ്പിക്കാൻ നോക്കണം. ഇപ്പം സീറ്റ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ജയിച്ചെടുക്കണ്ടേ? അത് കൊടുക്കണം. അതുപോലെ മറ്റെല്ലാം പിന്നെ സമുദായം എല്ലാം നോക്കണം. അതുപോലെ കോൺഗ്രസ് 93 സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. 93 സീറ്റിൽ മത്സരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് വരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര വിജയിച്ചു? 21 പേരെ പറ്റാതിൻ്റെ ഓർമ്മ. ആകെ 41 സീറ്റാണ്. അതിൽ ലീഗിൻ്റെ കഴിച്ചു, ബാക്കി 21. അപ്പോൾ അത് 4-1 ജയിച്ചിട്ടുള്ളൂ. അത് പോരാ. അതെന്ത് ചെയ്യണം? പകുതി ജയിക്കണം. പകുതി ജയിക്കണം. അതിന് ചില പ്ലാനൊക്കെ എന്തോ സതീശൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പകുതി ജയിക്കണമെങ്കിൽ എന്ത് 2 കാര്യം ചെയ്യണം. ഒന്ന്, പരമാവധി ജയിക്കാനുള്ള സാധ്യതയുള്ള സീറ്റിൽ വാങ്ങിച്ച് മത്സരിക്കുക, പരമാവധി എണ്ണം കുറക്കുക. 93 സീറ്റും കോൺഗ്രസ് വാങ്ങിയിട്ട് ബീഹാറിൽ സംഭവിച്ച പോലെ UPയിൽ സംഭവിച്ചാൽ എണ്ണം പോകും. ഇവിടെ ഞാൻ മനസ്സിലാക്കിയിട്ട് കാര്യം, 1 വോട്ട് ജയിച്ചാലും മതിയെന്നേ. അതാണ് BJP നോക്കുന്നത്. അല്ല 5 ലക്ഷം വോട്ട് ജയിക്കാനും 10 ലക്ഷം വോട്ട് ജയിക്കാൻ താല്പര്യമില്ല. 1 വോട്ട് ജയിച്ചാലും ജയം തന്നെയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അത് പറയുമ്പോൾ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതെന്താണ്? ഏതാണ്ട് 40% വരുന്ന മുസ്ലിം സമുദായം, അല്ലെങ്കിൽ 33 വോട്ട്, 3-1 വോട്ട്, അതിലെന്ന് പറയാം 3-1. ആ 3-1 വരുമ്പോൾ 140 സീറ്റിൻ്റെ 3-1 ഈ സമുദായത്തിന് കൊടുക്കണം. മറ്റെല്ലാ സമുദായങ്ങൾക്കും കൊടുക്കുന്നത് പോലെ ഇവർക്ക് കൊടുക്കണം. അതിൽ 3-1 മാത്രമേ മുസ്ലിം ലീഗിന് കൊടുക്കാവൂ. കോൺഗ്രസ് ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ ശക്തി മനസ്സിലാക്കാൻ കോൺഗ്രസ് സാധിക്കുന്നില്ല. UDFിൽ പ്രധാന കക്ഷി നിലയിൽ ഇത് വോട്ടേഴ്സ് സ്റ്റേറ്റ് താരതമ്യം ചെയ്ത് നോക്ക്. നമ്മൾ കൊച്ചായി കാണാനില്ല. മുസ്ലിം ലീഗ് ശക്തമായ ഒരു പ്രസ്ഥാനം തന്നെയാണ്. പക്ഷേ മുസ്ലിം ലീഗ്
എന്ന് പറഞ്ഞൊരു എത്ര ശക്തി കാണിച്ചാലും ആകെ മുസ്ലിം എണ്ണോട്ടാൽ പോലും ഇത്രയുള്ളൂ. അവിടെയാണ് അപകടം പറ്റുന്നത്. അത് പേര് മാറ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോട്ടെ. എങ്കിൽ അവർക്ക് 1/3 സീറ്റ് മാത്രമേ കൊടുക്കാവൂ. അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ കണക്ക് നിങ്ങൾ തെറ്റാതെ ആകെയുള്ള മുസ്ലിങ്ങൾ 50% കൂടുതൽ ലീഗിൻ്റെ അനുഭാവികളാണെന്ന് നിങ്ങൾ തെളിയിക്കണം. കണക്കിൽ ഉദ്ദേശിച്ചാൽ മതി. കളിക്ക് പ്രയാസമില്ല. ഞങ്ങളുടെ റിസർച്ച് കിട്ടുന്നേ, ഞങ്ങൾ കൊച്ചു പാർട്ടിക്ക് റിസർച്ച് ഉണ്ട്. അതിൻ്റെ കണക്കെല്ലാം വളരെ വ്യക്തമായിട്ട് മേശപ്പുറത്തുണ്ട്. നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാമല്ലോ, ചെക്ക് ചെയ്യാമല്ലോ. ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് പറയുന്നേക്കാൾ വ്യത്യസ്തമാണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെ കൊടുക്കണം? ആകെയുള്ള മുസ്ലിം വോട്ടർമാരിൽ വോട്ടാണല്ലോ ലീഗിൽ പ്രതീക്ഷയുള്ളൂ. അല്ലെങ്കിൽ താഴെ ഇല്ല. UDF വരുമ്പോൾ മുന്നണി വരുമ്പോൾ ചെയ്യുന്നല്ലാതെ അവർ പ്രതീക്ഷിക്കില്ല. അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ ആകെ 1/3 വോട്ട് വരുള്ളൂ. 1/3 വോട്ട്. 3 വോട്ട് വരുമ്പോൾ അത് പിന്നെ UDF കുറേ വോട്ട് കിട്ടും. അപ്പോൾ പകുതി കിട്ടും. പകുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അവിടെയാണ് കോൺഗ്രസ് പറ്റുന്നത്. UDFിൻ്റെ മുസ്ലിങ്ങളിൽ UDFിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നിലയിൽ ക്രിസ്ത്യാനിയുടെയും ഈഴവൻ്റെയും എല്ലാം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കൂടി ചേർത്ത് ഒരു 50% ആവും. എന്നാൽ ഒരു 50% കൊടുക്കുക. അവിടെയാണ് തെറ്റ്. അങ്ങനെ ചെയ്യരുത്. മുസ്ലിം സമുദായത്തിൽ എത്ര കപ്പാസിറ്റി ഉണ്ടോ അതിനനുസരിച്ച് സീറ്റ് കൊടുക്കാവുള്ളൂ. കൂടുതൽ സീറ്റ് കൊടുക്കരുത്. എന്നിട്ട് കോൺഗ്രസ്സിൽ ബാക്കിയുള്ള ഈ 45 അല്ല 50 സീറ്റിൽ ഈ ലീഗിന് കൊടുക്കണം. 15 വോട്ട് 20 കൊടുത്തോണ്ടിരിക്കുക. കുറക്കണം 20 കഴിച്ചും ബാക്കി ഒരു സീറ്റിന് കൂടുതൽ കൊടുക്കരുത്. 20 സീറ്റ് കഴിച്ച് ബാക്കി 30 അല്ലെങ്കിൽ 25 സീറ്റ് ലീഗല്ലാത്ത മുസ്ലിങ്ങൾക്ക് കൊടുക്കണം. എന്നുവെച്ചാൽ മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്നല്ല പറഞ്ഞത്. അതുപോലെ എല്ലാ സമുദായങ്ങൾക്കും ആനുപാതികമായിട്ട് കൊടുക്കണം. ഇവിടെ ആനുപാതികമായിട്ട് കൊടുക്കുന്നില്ല. ആനുപാതികമായി കൊടുക്കാതെ മുക്കും മൂലയും കൊടുത്ത് തിരികെ കയറ്റി അങ്ങനെ അഭ്യാസം കാണിച്ച് നടക്കില്ല. സത്യം പറ, ജനങ്ങൾ ബോധവാനായിട്ട് ഇല്ലെങ്കിൽ ഞങ്ങളൊരു ബോധേടാക്കി. എന്താണ് ജനസംഖ്യക്ക് ആനുപാതികം കൂടുതലൊന്നും വേണ്ട. ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് കിട്ടാൻ വേണ്ടിയുള്ളൊരു പരിശീലനം കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യമായി. ഇന്ന് മുസ്ലിം സമുദായത്തിൽ അധികം തീവ്രവാദത്തിൽ ഇറങ്ങുന്നില്ല, ഭീകരവാദത്തിലും പോകുന്നില്ല, വർഗീയതയും പോകുന്നില്ല. അവർ ശാന്തമായിട്ട് അവരെ പണി നോക്കി ജീവിക്കണം. പോപ്പുലർ ഫ്രണ്ടൊക്കെ ശ്രമം നടത്തി, അതൊന്നും വിജയിച്ചില്ല, അറിഞ്ഞല്ലോ അത് കഴിയണം. അപ്പോൾ തികച്ച് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നൊരു സമുദായമാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ. ഒരു 0.5% തീവ്രവാദത്തിൽ പോയി അതിലിപ്പോൾ ബാക്കി 99% സമാധാന പ്രേമികളാന്നേ. അവരുടെ പണിയെടുത്ത് ജീവിച്ച ആൾക്കാരാ. അവരെ നിങ്ങൾ വിശ്വസിക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. അത് ചെയ്യണം. അത് കോൺഗ്രസ് നേതാക്കൾ ഇരുന്ന് ചുറ്റുവിരുന്ന് ആത്മാർത്ഥമായിട്ട് നിഷ്പക്ഷമായിട്ട്. ഇത് ഞാൻ പറഞ്ഞ ഇന്നലെ ഒരു വിവാഹ മോചന കേസ് ഞങ്ങൾ ഇടപെട്ട് ആലുവയിൽ. പലരും ഇടപെട്ട് തീർന്നില്ല. പല പ്രശ്നങ്ങളെ പറഞ്ഞതാണ് ഞങ്ങൾക്ക് നിഷ്പക്ഷമാണ്. ഞങ്ങൾ പിന്നെ അല്ലത് ഞങ്ങൾക്കവിടെ പ്രശ്നം ഉണ്ടായില്ല. ഭാര്യയും ഭർത്താവും ഞങ്ങളെ സംബന്ധിച്ച് ഒരുപോലെ ഇത്. എല്ലാവരും പറയും ഇടത് കൈയും വലത് കൈ പോലെ. ഇടത് കൈയും വലത് കൈയും വ്യത്യാസമുണ്ട്. വലത് കൈയേക്കാൾ സ്വാധീനം കുറവ് ഇടത് കൈക്ക്. പക്ഷെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ തുല്യമാണ്. യാതൊരു വ്യത്യാസമില്ല. അതുപോലെയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരം തുടങ്ങിയത്. ഒരു 3 മണിക്കൂർ കൗൺസിലിംഗ് നടത്തി. 2 പാർട്ടി മാറി 3 മണിക്കൂർ കൗൺസിലിംഗ് നടത്തിയ ശേഷം അവർ കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ പറഞ്ഞ പോലെ അവർ കേട്ടു. 2 കൂട്ടം നല്ലത്. അത് ഞങ്ങൾ ആജ്ഞാപിച്ചല്ല. 2 കൂട്ടം രക്ഷപ്പെടണം എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. അതുപോലെ നിഷ്പക്ഷമായിരിക്കണം. കോൺഗ്രസ് നേതാക്കളെ, ലീഗ് നേതാക്കളെ, മറ്റ് കൊച്ചു പാർട്ടി നേതാക്കളെ അവരെല്ലാം ചേർത്തിട്ട് ഒരു ശക്തമായ ഐക്യമുന്നണി ഇലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കണം. അത് എല്ലാ മേഖലയിൽ എല്ലാ വിഭാഗത്തിനും എല്ലാ പാർട്ടിയിൽ നിന്നും പ്രാതിനിധ്യം കൊടുക്കണം. അവരിരുന്ന് ചിന്തിക്കണം ആരാണ് അവിടെ പറ്റിയത്, ഏതാൾ പറ്റും. അങ്ങനെ പ്രഥമദൃഷ്ടി 80% പറ്റുന്ന ആരും നിർത്താവുള്ളൂ. അവിടെ നമ്മൾ ജാതി നോക്കണം പറഞ്ഞാൽ അവിടെ മുഴുവൻ ജാതി നോക്കിയിട്ട് കാര്യമില്ല. ഒരു ജാതിക്ക് അപ്പുറത്ത് കഴിയുള്ള ഒരാളാണെങ്കിൽ അവൻ നമ്മൾ സ്പെഷ്യൽ പരിഗണന കൊടുത്ത് ആ സീറ്റ് നിർത്തണം. കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. വോട്ടർമാരെടുത്ത് പാർട്ടിക്കാരെടുത്തു എല്ലാം കൊണ്ട് ജാതി നോക്കിയാൽ നല്ലത്. അതും വേണം. ജാതിക്കും അനുസരിച്ചുള്ള പ്രാതിനിധ്യം കൊടുക്കണം. അതാ പറഞ്ഞത്. അതിനർത്ഥം ഓടിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി ഇരുന്നതാണ് അല്ല അർത്ഥം അല്ലല്ലോ. ഓടിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തി ലൈക്ലി കണ്ടീഷൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂറ്റി. അതുപോലെയാണ് നമ്മൾ ജാതി സംവരണം അല്ലെങ്കിൽ ജാതി അടിസ്ഥാനത്തിൽ ജനസംഖ്യാനുപാതത്തിൽ വേണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അങ്ങനെ തന്നെ വേണമെന്നില്ല, അങ്ങനെയും വേണം. ഇതിപ്പോൾ അങ്ങനെ ഇല്ല. അതാണ് തടസ്സം പറഞ്ഞത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ UDFിനെ സംബന്ധിച്ച്
വിജയം സുരക്ഷിതമാണ്, വളരെ സാധ്യതയുണ്ട്. ജനങ്ങളെല്ലാം വളരെ ബോധേഡാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ സമുദായവും. LDF ഗവൺമെൻറ്, UDF ഗവൺമെൻറ് അവർക്ക് ഇനി UDF ഗവൺമെൻറ് LDF ഗവൺമെൻറ് ഒരു പരാതി നമ്മൾ നിർത്താതെ. ഒന്ന്, കോൺഗ്രസ് ഭരിക്കുമ്പോൾ 41 അല്ല 96 116 ഒരു വീപ്പക്ക് ഡോളർ വില. അന്ന് 76 വിലയുള്ളൂ. അത് കുറഞ്ഞു 36 വരെയായി. ഇപ്പം ലേറ്റസ്റ്റ് നടക്കുന്നൊരു 67 ഇപ്പോഴും. എന്നിട്ടും 110 കുറയുന്നില്ല. 1 ലിറ്റർ പെട്രോൾ ഇപ്പോൾ 100 രൂപ കിട്ടൂല. നമ്മൾ 200 രൂപയ്ക്ക് അടിച്ചാൽ 1.9 ലിറ്ററാണ് കിട്ടുന്നത്. അപ്പോൾ 110 ഒരു ലിറ്ററിന്. അപ്പോൾ വില വെച്ച് നോക്കിയാൽ നമുക്ക് 30 രൂപ കുറച്ച് കൊടുക്കുമ്പോൾ 72 രൂപയ്ക്ക് വിൽക്കാം. എന്നിട്ട് എൻ്റെ ഇന്ത്യയിൽ കേരളത്തിൽ UDFും LDFും സമരം ചെയ്യാത്തത് ഈ പെട്രോൾ വളർന്നതിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ ഏതെങ്കിലും മുന്നണി, ഏതെങ്കിലും പാർട്ടികൾ സമരം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അതിൻ്റെ കാരണം എന്താണ്? LDFിനെ സംബന്ധിച്ച് രണ്ട് സൈസ് ടാക്സ് വെച്ച് നോക്കുമ്പോൾ ഒരു 10-30 രൂപക്കുള്ളിൽ ലിറ്റർ പോയാൽ കിട്ടും. ഇത്രയും ലാഭമുള്ള ഏതാ കിട്ടുന്നത്? 30% അല്ലേ? ഏകദേശം ചെറിയ വ്യത്യാസമുണ്ട്. 100-30%. പ്രതിപക്ഷത്തിലാണല്ലോ, UDF പ്രതിപക്ഷമാണ്. അവർക്ക് കമ്പനി, അധികം സ്വകാര്യ കമ്പനി ഉണ്ട്. കമ്പനി അലോട്ട് ഫണ്ട് കൊടുക്കും, ഇലക്ഷൻ ഫണ്ട് അല്ലെങ്കിൽ മറ്റ് ഫണ്ടുകൾ കൊടുക്കും. പിന്നെ അവരിത് സംബന്ധിച്ചത് BJP ചെയിനിലൊക്കെ എന്താ മുഴുവൻ കിട്ടാണല്ലോ. വാസ്തവത്തിൽ BJP മാറ്റി വയ്ക്കുക, LDF മാറ്റി വയ്ക്കുക, രണ്ട് ഭരണകക്ഷികളെ. UDFിനെ സംബന്ധിച്ച് നിങ്ങൾ നാളെ മുതൽ ഇന്ധന വിലക്കെതിരെ ശക്തമായ സമരത്തിനിറങ്ങണം. ജനങ്ങൾ കൂടെ നിർത്തണം. ജനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അനീതിയാണ് നടക്കുന്നത്. പെട്രോൾ അടിക്കുന്നത്, സ്കൂട്ടർ ഓടിച്ചു പോകുന്നു, ഓട്ടോറിക്ഷ ഓടിക്കുന്നു, ലോറി ഓടിക്കുന്നതും സാധാരണക്കാരാണ്. അല്ല, പണക്കാർ മാത്രമല്ല, പണക്കാരും ഉണ്ട്. ഇന്ന് കാറുള്ളൂ അധികം എല്ലാം പണക്കാരെന്ന് പറയാൻ പറ്റില്ല. പണ്ട് കാറുള്ളും ഒരാളെ മാക്കട്ടപ്പുള്ളൂ. അന്ന് 100 വണ്ടി ഒരാൾക്കും ഇല്ല. ഇന്നിപ്പോൾ ഒരാൾക്ക് 2 കാറ് വരെയായി. പുതിയ കാറ് വാങ്ങിക്കുക, പഴയ കാറ് പോവില്ല. പണ്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു വീടെന്നൊക്കെ ഒരു കാറുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അല്പം തോന്നിയിട്ടുണ്ട്. പണ്ടല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ടെലിഫോൺ അപ്ലൈ ചെയ്താൽ അപ്പം തന്നെ കടലാസായിട്ട് വരും, നമുക്ക് തരും എന്ന് പറയുമ്പോൾ എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. ഇന്ന് ഇവിടെയോ നിങ്ങൾ പോകണ്ടേ, വിളിച്ചു പറഞ്ഞാൽ മതി, സാധനം സെറ്റായിട്ട് വരാണ്. വിളിച്ചു പറഞ്ഞാൽ ഒരു വാഹനം ഒരു 10,000 രൂപയുടെ ഡ്രാഫ്റ്റ് ചെക്ക് ഉണ്ടെങ്കിൽ 10,000 രൂപ, ബാക്കി 12 ചെക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി കൊണ്ടുവരാം. അങ്ങനെ സംവിധാനമുണ്ട്. അപ്പോൾ പുതിയ വണ്ടി വാങ്ങിക്കും, പഴയ വണ്ടി ചിലവിൽ അതും കിടക്കും. അങ്ങനെ ഒരാൾക്ക് 2 വണ്ടിയായി. ഗൾഫിലൊക്കെ ഏതെങ്കിലും ഇവിടെ കേരളത്തിൽ ഇത് നിർത്താൻ പോകണം, ഒരാൾക്ക് 2 വണ്ടിയായി. അപ്പോൾ അതുകൊണ്ട് UDF പാർട്ടി ചെയ്യേണ്ടത്, ഐക്യ ജനാധിപത്യ മുന്നണി ചെയ്യേണ്ടത് നാളെ മുതൽ ഇന്ധന വിലക്കെതിരെ ശക്തമായ സമരം കേന്ദ്രത്തിനും സ്റ്റേറ്റിനും എതിരെ സമരം ചെയ്യണം. പൊതുമുതൽ നഷ്ടപ്പെടുത്താനില്ല, ജനങ്ങൾ ബോധവൽക്കരണം. അങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.